വി ഡി സതീശൻ MLA ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അത് ഇതുമായി ബന്ധപ്പെട്ടല്ല, സ്പ്രിംഗ്ലർ വിവാദവുമായി ബന്ധപ്പെട്ടാണ്. അവിടുത്തെ ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടില്ല. ഇതിൽ വെച്ചിരിക്കുന്നത് ഡിജിറ്റൽ ഒപ്പാണ്. അപ്പോൾ കരാർ ലംഘനമുണ്ടായ ഡാറ്റ തെഫ്റ്റ് നടന്ന് ഈ സ്പ്രിംഗ്ലർ കമ്പനിക്കെതിരായി നമ്മുടെ സംസ്ഥാന സർക്കാർ ന്യൂയോർക്കിൽ പോയി കേസ് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ പോലും ഈ കേസ് അവിടെ നിലനിൽക്കില്ല. കാരണം ഇവിടുത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച്, ന്യൂയോർക്കിലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു കരാറല്ല അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് പുറത്തു വരുന്നത് ബഹുരാഷ്ട്ര മരുന്ന് കുത്തകയായ ഫൈസർ കമ്പനിയുമായി സ്പ്രിംഗ്ലറിന് ബന്ധമുണ്ടെന്നാണ്. അപ്പം ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചൊരു ആരോപണം, ഇത് ഡാറ്റയാണ്, ഏറ്റവും വിലപ്പെട്ടതാണ്, അതിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒഫീഷ്യൽ ഡാറ്റ, അതിലേറ്റവും വിലപിടിപ്പുള്ളതാണ് ആരോഗ്യ ഡാറ്റ. ആ ഹെൽത്ത് ഡാറ്റ ലോകത്തെ ഏറ്റവും പ്രഷ്യസായി കരുതപ്പെടുന്നു. ആ ഹെൽത്ത് ഡാറ്റ കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്. കാരണം അന്താരാഷ്ട്ര മരുന്ന് കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനികൾ, അവയവദാന റാക്കറ്റുകൾ, ഇവരാണ് ഈ ഡാറ്റ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കമ്പനി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കയറി വന്ന് ഞങ്ങൾ കേരളത്തിനെ സഹായിച്ചു കളയാം എന്നതിൻ്റെ പുറകിൽ ദുരൂഹതയുണ്ട് എന്നാണ് ഈ പുതിയ വിവരങ്ങൾ വെളിവാക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു തട്ടിപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടി കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ടെലിമെഡിസിൻ പദ്ധതി IMAയുമായി സഹകരിച്ചുകൊണ്ട് IMAയിലെ ഡോക്ടർമാരെ ഫോണിൽ വിളിച്ചാൽ ക്വാറന്റൈനിലുള്ള ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും സഹായം കിട്ടുമെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു കമ്പനിയുമായി ചേർന്നുകൊണ്ടാണ്. ക്വിക്ക് ഡോക്ടർ ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ ധാരണയെത്തിയിരിക്കുന്നത്. ഈ കമ്പനിക്ക് ഈ ഡോക്ടർമാരെ വിളിക്കുന്ന എല്ലാ ഫോൺ കോളുകളും, അതിൽ ഓരോ രോഗി പറയുന്ന എല്ലാ മെഡിക്കൽ ഹിസ്റ്ററിയും അതിൽ റെക്കോർഡ് ചെയ്യപ്പെടും. അത് അവരുടെ സെർവറിലേക്ക് പോവുകയാണ്, ഈ കമ്പനിയുടെ സെർവറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡാറ്റ കൈമാറ്റം ചെയ്യപ്പെടാനുള്ള മറ്റൊരു സംവിധാനവും കൂടി ചെയ്തിരിക്കുകയാണ്. ആരാണ് ഈ ക്വിക്ക് ഡോക്ടർ ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറയുന്ന കമ്പനി? ഇത് ഈ രംഗത്ത് പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളാണോ? അല്ലെങ്കിൽ പരിചയസമ്പന്നരായ കമ്പനികൾ വന്നപ്പോൾ അതിൽ നിന്ന് നടപടിക്രമം അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട കമ്പനിയാണോ? ഒന്നുമല്ല. ഈ കമ്പനി രജിസ്റ്റർ ഓഫ് കമ്പനീസ് അനുസരിച്ച്, ആക്ട് അനുസരിച്ച് അന്വേഷിച്ചപ്പോൾ ഈ കമ്പനി ഈ ഫെബ്രുവരി 2020 ഫെബ്രുവരി 19 ഈ കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 1 മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ ടെലിമെഡിസിൻ സംവിധാനത്തെക്കുറിച്ച് പറയുന്നത്. അതിന് തൊട്ട് മുൻപായി ഈ കമ്പനി രൂപീകരിക്കപ്പെട്ടത്. ഈ ടെലിമെഡിസിൻ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഏപ്രിൽ 7 ഈ കമ്പനിക്ക് സ്വന്തമായി ഒരു വെബ്സൈറ്റ് ഉണ്ടാകുന്നത്. കമ്പനിക്ക് സ്വന്തമായി ഒരു വെബ്സൈറ്റ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ പദ്ധതി പ്രഖ്യാപിക്കാനുണ്ടായത്. അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കമ്പനി നടത്തുന്ന ഇടപാടുകൾ എന്ത് വിശ്വാസ്യതയുടെ പുറത്താണ്? ഇതുപോലെ ഈ അടുത്ത കാലത്ത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ, മെഡിക്കൽ ഡാറ്റ പോലുള്ള വിവരങ്ങൾ കൈമാറാനുള്ള അനുവാദം സർക്കാർ കൊടുത്തിരിക്കുന്നത്? ഇതിലെ 2 ഡയറക്ടർമാരാണ് ഈ കമ്പനിക്കുള്ളത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിലൊരു ഡയറക്ടർ ഓട്ടോറിക്ഷക്കാരനും മറ്റൊരു ഡയറക്ടർ തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജ് നടത്തിപ്പുകാരനുമാണ്. ധാരാളം ടെക്നോ പാർക്കിലെ കമ്പനികൾ അടക്കം, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ അടക്കം ഈ പദ്ധതി, ഈ ക്വിക്ക് ഡോക്ടർ പദ്ധതി ടെലിമെഡിസിൻ ചെയ്യാമെന്ന് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടും അവരെ മാറ്റി നിർത്തി ഫെബ്രുവരി 20 ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനിക്ക്, സ്വന്തമായ ഒരു വെബ്സൈറ്റ് പോലും ഇല്ലാത്ത ഒരു കമ്പനിക്ക് എന്തുകൊണ്ടാണ് ഈ ടെലിമെഡിസിൻ പദ്ധതി സർക്കാർ കൊടുത്തതെന്ന് വ്യക്തമാക്കണം. ഈ കമ്പനി ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സ്പ്രിംഗ്ലർ കമ്പനിയുടെ ഒരു ബിനാമി കമ്പനിയാണോ എന്ന് ഗവൺമെൻറ് അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത്ര ഷാഭിയായിട്ടാണ്, ലാഘവത്വത്തോടു കൂടിയാണ് ഗവൺമെൻറ് സംസ്ഥാനത്തെ ആരോഗ്യ ഡാറ്റ കൈകാര്യം ചെയ്യുന്നത് എന്നത് വളരെ സങ്കടകരമാണ്. ഈ 2 വിഷയങ്ങളാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. അപ്പോൾ ഈ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തകർന്നു. IT സെക്രട്ടറി വന്ന് ഇൻ്റർവ്യൂ നടത്തിയതോടുകൂടി ഞങ്ങൾ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അദ്ദേഹം ശരിവെച്ചു. എന്താ ആരോപണങ്ങൾ? നടപടിക്രമങ്ങൾ ഒന്നും പൂർത്തിയാക്കിയിട്ടില്ല. അതായത് ഒരു കരാർ, സർക്കാർ ഒരു കരാറിൽ ഏർപ്പെടുന്നതിന് മുൻപ് അത് ഭരണഘടനയുടെ 299(1) വകുപ്പ് അനുസരിച്ച് അത് ഗവർണർക്ക് വേണ്ടിയിട്ടാണ് കരാർ വയ്ക്കുന്നത്. ഓൺ ബിഹാഫ് ഓഫ് ദ ഗവർണർ, സ്റ്റേറ്റ് ഹെഡിന് വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് റൂൾസ് ഓഫ് ബിസിനസ്സിന് നടപടിക്രമമുണ്ട്. വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ആ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ആശയവിനിമയം നടത്തണം. അതിനുശേഷം റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച് ലോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലീഗൽ സ്ക്രൂട്ടിനി നടത്തണം, ലീഗൽ വെറ്റിംഗ് നടത്തണം. അതിനുശേഷം തിരിച്ചു വന്നിട്ട് ധനകാര്യ സ്ക്രൂട്ടിനി വേണം. അത് കഴിഞ്ഞ് അത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് ഈ കരാർ ഒപ്പുവെക്കാനുള്ള ഉദ്യോഗസ്ഥനെ മന്ത്രിസഭ ഓതറൈസ് ചെയ്യണം. അങ്ങനെ ഓതറൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ്, ഗവൺമെൻറ് ഉത്തരവ് ഇറങ്ങണം. ഈ 4-5 കാര്യങ്ങളും ഈ കരാറിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ ഈ കമ്പനി മുന്നോട്ട് വരുന്നു, ഞങ്ങൾ കേരളത്തെ സഹായിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. ഒരു ആലോചനയും കൂടാതെ, കമ്പനിയുടെ പശ്ചാത്തലം അന്വേഷിക്കാതെ ഗവൺമെന്റ് കരാറിൽ ഏർപ്പെടുന്നു. എങ്ങനത്തെ കരാറിൽ? അവരിങ്ങോട്ട് അയച്ചു തരുന്ന സാസ് മോഡൽ, അതായത് അവരിങ്ങോട്ട് പറയുന്ന മോഡൽ, അവരിങ്ങോട്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്ന മോഡൽ, ഒരു വ്യത്യാസവും കൂടാതെ സർക്കാർ അംഗീകരിച്ച് സർക്കാർ ഡിജിറ്റലായിട്ട് ഒപ്പുവയ്ക്കുന്നു. ഡിജിറ്റൽ കരാറാണ്. ഏപ്രിൽ 2-ാം തീയതി കരാർ വയ്ക്കുന്നു. ഈ ഏപ്രിൽ 2-ാം തീയതി വയ്ക്കുന്ന കരാറിന് മുമ്പ് തന്നെ, ഈ കമ്പനിയുമായി കരാർ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ മാർച്ച് 27-ാം തീയതി ഇവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവിറങ്ങുന്നു. ആ ഉത്തരവനുസരിച്ച് ഇവിടെ ഡാറ്റ ആശാ വർക്കർമാർ കളക്ട് ചെയ്ത് നേരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഈ കമ്പനിയുടെ സൈറ്റിലെത്തുന്നു. അത് കഴിഞ്ഞിട്ടാണ് കരാർ വയ്ക്കുന്നത്. ഡാറ്റയെല്ലാം അവരുടെ കയ്യിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കരാർ വയ്ക്കുന്നത്. അതിനുശേഷം ഈ കരാറിന്റെ സുപ്രധാന ഭാഗമായ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് വെക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം ഉന്നയിച്ചതിന് 4 ദിവസത്തിന് ശേഷം ഏപ്രിൽ 14-ാം തീയതിയാണ്. അപ്പോൾ ഈ കരാർ തന്നെയാണ് എന്ന് പറയാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു പർച്ചേസ് ഓർഡറാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അത് ന്യൂയോർക്കിലെ കോടതിയിൽ മാത്രമാണ് കരാർ ലംഘനം ഉണ്ടായാൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ. ആ ന്യൂയോർക്കിലെ കോടതിയിൽ പോലും കേസ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പൊ ഫൈസർ പോലുള്ള ബഹുരാഷ്ട്ര കമ്പനികൾ, അവർക്ക് വലിയ R&D വിങ് ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് ഉണ്ട്. അവരെല്ലാ വർഷത്തെയും അവരുടെ ബഡ്ജറ്റിൽ വലിയ കോടിക്കണക്കിന് $1 മില്യൺ അവർ അതിലേക്ക് അലോക്കേറ്റ് ചെയ്യും റിസർച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ അവർ പണം കൊടുത്ത് മേടിക്കുകയാണ്. ഇപ്പൊ കോവിഡിനെതിരായിട്ടുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ ഫൈസർ കമ്പനി റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഡാറ്റ അവർ പണം കൊടുത്ത് മേടിക്കുകയാണ്. അല്ലാതെ അവർക്ക് ഡാറ്റ കിട്ടില്ല, പണം കൊടുക്കാതെ ഡാറ്റ കിട്ടില്ല. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ബ്രിട്ടനിൽ ഒരാളുടെ ആരോഗ്യ വിവരത്തിന് 100 പൗണ്ടാണ് കൊടുക്കുന്നത്. 100 പൗണ്ട് ഒരാളുടെ ആരോഗ്യ വിവരത്തിന്. അത്രമാത്രം വിലപ്പെട്ടതാണ് ഹെൽത്ത് ഡാറ്റ. അത് മുഴുവൻ ഡാറ്റ കച്ചവടമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ IT ഡിപ്പാർട്ട്മെന്റിന് ചുറ്റും ഡാറ്റ ദല്ലാളന്മാർ പറന്നു നടക്കുകയാണ് കേരളത്തിൽ. അതാണ് കഴിഞ്ഞ കുറേ ദിവസമായി ഈ കോവിഡിന്റെ മറവിൽ IT ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുള്ള എല്ലാ കരാറുകളെക്കുറിച്ചും എല്ലാ ഇടപാടുകളെക്കുറിച്ചും വളരെ ഗൗരവതരമായ അന്വേഷണം നടത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അല്ല, ബിനാമി കമ്പനിയാണെന്ന് ഗവൺമെന്റ് അന്വേഷിക്കണം. കാരണം അവർ ചെയ്യുന്ന അതേ ജോലിയാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഞാൻ ചോദിക്കട്ടെ, ഈ കമ്പനിക്ക് കൊടുക്കാൻ കാര്യം എന്താ? ടെലിമെഡിസിൻ ഫെബ്രുവരി 20-ാം തീയതി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിക്ക്, അപ്പോൾ ഏപ്രിൽ 1-ാം തീയതി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഏപ്രിൽ 1-ാം തീയതി അല്ലല്ലോ ഇത് തീരുമാനിച്ചേക്കണത്, അതിനു മുമ്പ് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു കമ്പനി, ഗവൺമെന്റ് ഈ പ്രോജക്റ്റ് ആരംഭിച്ചതിന് ശേഷം വെബ്സൈറ്റ് തുടങ്ങിയ ഒരു കമ്പനി, കമ്പനിയുടെ ഡയറക്ടർമാര്, ഞാൻ വിചാരിച്ചു നമ്മുടെ സംസ്ഥാനത്തെ ചെറുപ്പക്കാരോ ആരെങ്കിലും ഒരു പുതിയ സ്റ്റാർട്ടപ്പ് സംരംഭം തുടങ്ങി അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ അഭിനന്ദിച്ചേനെ. ഇവിടെയും പറയുന്നത് സൗജന്യ മോഡലാണ്. ഈ സൗജന്യമായി ഇത് ചെയ്യാൻ തയ്യാറായ നിരവധി കമ്പനികൾ ടെക്നോ പാർക്കിലുണ്ട്, നിരവധി സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ കേരളത്തിലുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഈ കമ്പനിയെ എങ്ങനെ തിരഞ്ഞെടുത്തു? കമ്പനിയുടെ ഡയറക്ടർമാരെ കുറിച്ച് ഞാൻ പറഞ്ഞു. അവരെന്തുകൊണ്ടാണ് ഈ 2 ആളുകൾ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കാൻ അവരെ പ്രേരിപ്പിച്ചത്? നിങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെ അവരോട് ചോദിക്കും, എന്താണ് അവർക്ക് ഈ പറയുന്ന സംഭവം തുടങ്ങാൻ അവരെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ്? ആരാണ് അവരുടെ പുറകിൽ? അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ ഡാറ്റ. അല്ലെങ്കിൽ ഗവൺമെന്റ് ടുക്ക് ഡോക്ടർ എന്നുള്ള പദ്ധതി ഇപ്പോൾ ഇവിടെ IMA നടത്തണ്ടല്ലോ. IMA ഗവൺമെന്റുമായി സഹകരിക്കാതെ ഒറ്റയ്ക്ക് നടത്തണ്ടല്ലോ ഭംഗിയായിട്ട് എറണാകുളത്ത്. കേരളത്തിലെ ഏറ്റവും ഭംഗിയായി നടക്കുന്നത് കൊച്ചിയിലെ IMA ഓഫീസിലാണ്. ഇവിടുത്തെ ഡോക്ടർമാർ എല്ലാവരും ചേർന്ന് സർവീസായിട്ട്
അതിമനോഹരമായി നടത്തുന്നുണ്ട്. ആര് വിളിച്ചാലും കിട്ടുന്നുണ്ട്. അവർ നല്ല ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്, കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, മരുന്ന് വേണമെങ്കിൽ മരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മരുന്ന് ഇല്ലാത്ത ആൾക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആ സംവിധാനം ഇവിടെയുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഗവൺമെൻറ്റിൻ്റെ ടെലിമെഡിസിൻ ഡാറ്റാ കച്ചവടം, മറ്റൊരു ഡാറ്റാ കച്ചവടമാണ്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവർ ആരൊക്കെയായിട്ടാണ് ഈ ഇടപാടുകൾ നടത്തുന്നത്? അപ്പോൾ ഓരോ ദിവസവും ഓരോ വാർത്തകളാണ്, ദുരൂഹതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ഒരാരോപണം പോലും ഉന്നയിച്ചിട്ടില്ല, തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, സർക്കാർ വ്യക്തമാക്കണം. നമുക്കറിയില്ലല്ലോ, സർക്കാർ ഇത് സംബന്ധിച്ച ഒരു കാര്യവും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞില്ല, മുഖ്യമന്ത്രി വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ എത്ര കാര്യങ്ങൾ പറഞ്ഞു, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ചെറിയ കാര്യങ്ങൾ, ചെറിയ DYFI 1000 ചാക്ക് അരി കൊടുത്തിരിക്കുന്ന പറഞ്ഞു. നിങ്ങൾ വഴിയിൽ അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന വാനരന്മാർക്കും തെരുവ് നായ്ക്കൾക്കും ഭക്ഷണം കൊടുക്കാൻ മറന്നു പോകരുത് എന്ന് പറഞ്ഞു. വെറ്റില കൊടിയിലെ വെറ്റില ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് വെയിലത്ത്, അതുകൊണ്ട് വെറ്റില ഉണങ്ങുന്നതിന് മുമ്പ് അത് പറിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കണം എന്ന് വരെ പറഞ്ഞു. പക്ഷേ അമേരിക്കയിലുള്ള ഒരു മലയാളി കേരളത്തെ സഹായിക്കാൻ, ഇത്രയും വലിയൊരു കമ്പനി കേരളത്തെ സഹായിക്കാൻ വരുന്ന കാര്യം എന്തിനാണ് മുഖ്യമന്ത്രി മറച്ചു വെച്ചത്? അതിൻ്റെ കരാറുകൾ സംബന്ധിച്ച് മറച്ചു വെച്ചത് എന്തിനാണ്? ഈ ടെലിമെഡിസിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും അതിൻ്റെ കരാറുകളെക്കുറിച്ചും വെളിപ്പെടുത്താതിരുന്നത്? ഏത് നടപടിക്രമം അനുസരിച്ചാണ് ഈ കമ്പനിയെ തിരഞ്ഞെടുത്തതെന്ന് എന്തുകൊണ്ട് വ്യക്തമാക്കിയില്ല? വളരെ ചെറിയ കാര്യങ്ങൾ പോലും പരാമർശിച്ച മുഖ്യമന്ത്രിയുടെ 25 ദിവസത്തെ പത്രസമ്മേളനത്തിൽ ഇതൊക്കെ, ഈ കാര്യങ്ങൾ മാത്രം, അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് പരാമർശിക്കപ്പെടാതെ പോയി? അതല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ചില CPM മന്ത്രിമാരും നേതാക്കന്മാരും പറയുന്നത്, എന്ത് ഡാറ്റ സെക്യൂരിറ്റി? ഫേസ്ബുക്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വാട്സാപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ പോയെന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ ഈ ഡാറ്റ സെക്യൂരിറ്റിയുടെ ആവശ്യമില്ലല്ലോ. ഇന്നലെ ഒരു ചർച്ചയിൽ ഒരു CPM MLA പറഞ്ഞത്, സെൽഫി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ സാധനം പോയെന്നാണ്. എനിക്ക് മനസ്സിലായില്ല, സെൽഫി എടുക്കുമ്പോൾ നമ്മുടെ ഡാറ്റ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്ന്. ഒരു CPM MLA ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്, സെൽഫി എടുക്കുമ്പോൾ പോകുന്നു. അല്ലെങ്കിൽ ഡാറ്റ സെക്യൂരിറ്റി വേണ്ട. മുഖ്യമന്ത്രി തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, ആധാർ കാർഡ് സംബന്ധിച്ച ഒരു കോടതി വിധി വന്നപ്പോൾ സ്വകാര്യത മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു. ഇത് വിദേശ കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും കൈകളിൽ കിട്ടിയാൽ ഇത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് സ്വകാര്യത വേണം, ഡാറ്റ പ്രൈവസി വേണം. ഇപ്പം മന്ത്രിമാർ പറയുന്നത് ഡാറ്റ പ്രൈവസി വേണ്ട, എല്ലാ ഡാറ്റയൊക്കെ പോയി കഴിഞ്ഞു എന്നാണ്. തോമസ് ഐസക് പറഞ്ഞത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കയ്യിൽ, ലോകാരോഗ്യ സംഘടനയുടെ കയ്യിൽ ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട പകർച്ചവ്യാധികളുടെ പേരിൽ 2 കോടിയിലധികം വരുന്ന മലയാളികളുടെ ഡാറ്റ WHO ഉണ്ടെന്ന് ഞങ്ങൾ ഞെട്ടിപ്പോയി. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലില്ലാത്ത 2 കോടിയിലധികം വരുന്ന മലയാളികളുടെ ഡാറ്റ WHO കയ്യിൽ എങ്ങനെ എത്തിയത് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇതെല്ലാം സംബന്ധിച്ചുള്ള ദുരൂഹതകളും നിഗൂഢതകളും ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെ മറുപടി പോലും പറയാതെ ആരോപണങ്ങൾ ശരിവെച്ച് അസാധാരണമായ കാലത്ത് അസാധാരണമായി ചെയ്ത കാര്യം എന്നാണ് പറയുന്നത്. ഈ നടപടിക്രമങ്ങൾ ചെയ്യാനേ ഇപ്പോൾ ഫയലൊന്നും കൊണ്ടു നടക്കണ്ട, പ്യൂണ് പോലും കൊണ്ടു നടക്കണ്ട, എല്ലാം ഡിജിറ്റലാണ്. മുഖ്യമന്ത്രി ഇരിക്കുന്ന ബിൽഡിങ്ങിൽ തന്നെയുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് ഇത് മുഴുവൻ. IT സെക്രട്ടറി ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് ലോ സെക്രട്ടറി ഇരിക്കുന്നത്, അതിൻ്റെ അപ്പുറത്താണ് ഹെൽത്ത് സെക്രട്ടറി ഇരിക്കുന്നത്, അതിൻ്റെ അപ്പുറത്താണ് ഫിനാൻസ് സെക്രട്ടറി ഇരിക്കുന്നത്. ഒറ്റ ബിൽഡിങ്ങിൽ സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിൻ്റെ അകത്ത്. അങ്ങോട്ട് പോയാൽ സമയം പോവും, ഒരു സെക്കൻഡ് കളയാൻ ഇല്ല. ഇപ്പൊ പറയുന്നത് സ്പ്രിംഗ്ലറിന് ഈ കരാറ് കൊടുത്തില്ലെങ്കിൽ ഇവിടെ 8 ലക്ഷം പേർക്കോ 80 ലക്ഷം പേർക്കോ അപകടം ഉണ്ടാവുമായിരുന്നു എന്നുള്ള രീതിയിലാണ്. ഈ അപകടത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനി ഇതുവരെ എന്ത് ചെയ്തു? ഈ രോഗവ്യാപനം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു എന്ന് സങ്കല്പിക്കുക. ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുക. ഈ കമ്പനി എന്താ ചെയ്തത്? എന്ത് സേവനമാണ് ഒരു സംസ്ഥാന സർക്കാരിന് ഡാറ്റ അനാലിസിസ് തന്നോ? ഇല്ല. തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും ഡാറ്റ തട്ടിപ്പാണ്. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡാറ്റ തട്ടിപ്പാണ്. കമ്പനി ഫെബ്രുവരി 20-ാം തീയതി രൂപീകരിച്ച ഒരു കമ്പനിക്ക് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ ഒരു കരാർ കൊടുക്കുന്നത്? അപ്പോൾ ഇതിനു വേണ്ടി കമ്പനി ഉണ്ടാക്കിയതാണെന്നല്ലേ? ഈ പറയുന്ന 2 വ്യക്തികൾ വേറെ ഏതെങ്കിലും കമ്പനികൾ നടത്തിയതായിട്ടോ ഉണ്ടാക്കിയതായിട്ടോ ഒന്നും അതിൽ നമുക്ക് കിട്ടിയ രേഖകൾ പ്രകാരം കാണുന്നില്ല. വേറെ ഏതെങ്കിലും കമ്പനികൾ ഈ 2 വ്യക്തികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും 2 കമ്പനികൾ ഈ 2 വ്യക്തികൾ നടത്തിയതായിട്ട് യാതൊരു പിടിയില്ല. അപ്പം അങ്ങനെ ഒരു 2 പേര് കൂടി ഒരു കമ്പനി ഉണ്ടാക്കുന്നു. സർക്കാർ ഉടനെ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഡാറ്റകൾ കൈമാറാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സംവിധാനം അവരെ ഏൽപ്പിക്കുന്നു. അതിനർത്ഥം എന്താ? അവരുടെ പുറകിൽ ആരോ ഉണ്ടെന്നല്ലേ? അല്ലാതെ ആ പാവങ്ങൾക്ക് 2 പേർക്കും കൂടി ചെയ്യാൻ പറ്റില്ലല്ലോ. അവരുടെ പുറകിൽ ആരുണ്ട്? ആരാളുള്ളത്? അതേ ബിനാമിയാണെന്ന് പറഞ്ഞു. വേറെ ആരോ ഉണ്ട്. അല്ലാതെ ആ പാവങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അവരെവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ തന്നെ ഉണ്ട്. അതൊക്കെ ഞാൻ അന്വേഷിച്ചു. അവരവിടെ തന്നെ ഉണ്ട്. അവരവിടെ തന്നെ ഉണ്ട്. അപ്പൊ വേറെ ആരുമാണ് ഇത് ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ വളഞ്ഞ വഴികൾ തിരഞ്ഞെടുക്കുന്നത്? അതാണ് ചോദ്യം. ഉറപ്പല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ 2 വ്യക്തികൾ കൂടി, ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും, നിങ്ങൾ പത്രപ്രവർത്തകരാണ്, നിങ്ങൾ 2 പേരും കൂടി ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് നാളെ പോയാൽ സർക്കാർ തരുമോ? നിങ്ങൾക്ക് ഇത് തരുമോ? അല്ല, അതെല്ലാം അറിയാം. അതെല്ലാം അതിന്റെ വിവരങ്ങളെല്ലാം തരാം. എല്ലാം അറിയാം. അല്ല, ഞാനത് ഡീറ്റെയിൽസ് തരാം. ഞാനത് പരസ്യമായിട്ട് അവരുടെ പേരുകൾ പറയുന്ന ശരിയല്ലേ? ഞാൻ മലയാളികളായിട്ടുള്ള ആളിലാണ്. ഒരാൾ എറണാകുളം സ്വദേശിയും ഒരാളിപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാൾ കോട്ടയം സ്വദേശി. ആ സ്ഥിരീകരിച്ചു. അതാണ് എൻ്റെ ചോദ്യമാണ്, എൻ്റെ സംശയമാണ്. അങ്ങനെ ചെയ്യാമോ? ശരി. കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ MLA ആണ് വാർത്താ സമ്മേളനം നടത്തിയത്. സ്പ്രിംഗ്ലർ അഴിമതി ആരോപണത്തിനു പിന്നാലെ QDoctor.com എന്ന നിലയിൽ IT വകുപ്പ് സംസ്ഥാന സർക്കാർ കോവിഡ് കാലത്ത് ടെലിമെഡിസിൻ പദ്ധതി നൽകിയതുമായി ബന്ധപ്പെട്ട ആ കരാറിലാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ തീരുമാനങ്ങൾക്ക് ശേഷം രൂപീകരിച്ച ഒരു കമ്പനിയാണ്. ആ കമ്പനിക്കാണ് ഈ ഫെബ്രുവരി 19 ശേഷം രൂപീകരിച്ച കമ്പനിക്കാണ് ഇങ്ങനെയൊരു കരാർ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്ത് യോഗ്യതയാണ് ആ കമ്പനിക്ക് അക്കാര്യത്തിലുള്ളത്? അതിന് പിന്നിൽ ബിനാമികളാണ് എന്നുള്ളതാണ് വി.ഡി. സതീശൻ ഉന്നയിച്ചത്. 2 ആളുകൾ വി.ഡി. സതീശൻ എടുത്തു പറഞ്ഞത് ആ കമ്പനിയുടെ 2 ഡയറക്ടർമാരിൽ ഒരാൾ ഒരു ഓട്ടോ ഡ്രൈവറും മറ്റേയാൾ തിരുവനന്തപുരത്ത് ലോഡ്ജ് നടത്തിപ്പുകാരനുമാണ് എന്നാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് അവരെക്കുറിച്ച് വിശദമാക്കാൻ പരസ്യപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് നൽകാം എന്നും സതീശൻ പറയുകയുണ്ടായി. IT വകുപ്പിന് ചുറ്റും ആ വിധം ദല്ലാളന്മാർ പറന്നു നടക്കുകയാണ് കേരളത്തിൻ്റെ ആരോഗ്യ ഡാറ്റയ്ക്കായി എന്ന നിലയിലാണ് വി.ഡി. സതീശൻ ഈ വിഷയം അവതരിപ്പിച്ചത്. മറ്റൊരു ആരോപണം കൂടിയാണ് സ്പ്രിംഗ്ലറിന് പിന്നാലെ മറ്റൊരു ആരോപണം കൂടി ടെലിമെഡിസിൻ ആയി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയിട്ടുള്ള കരാറുമായി ബന്ധപ്പെട്ട ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണമാണ് വി.ഡി. സതീശൻ ഉന്നയിച്ചത്. ഡാനി വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, വി.ഡി. സതീശന്റെ വാർത്താ സമ്മേളനത്തിലൂടെ സതീശൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ആളുകൾ കണ്ടുകഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ വിശദീകരണം, അതുപോലെ സ്പ്രിംഗ്ലറിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ തന്നെ ഈ QDoctor ടെലിമെഡിസിൻ പദ്ധതിയാണ്. QDoctor എന്നോ മറ്റോ പറഞ്ഞ കമ്പനിയാണല്ലോ സതീശൻ പറഞ്ഞത്. എന്താണ് ആ കരാർ? ആ കരാർ നൽകാൻ ഈ കമ്പനിക്ക് എന്താണ് അവരുടെ ആധികാരികമായ അനുഭവ സമ്പത്ത്? ഗുരുതരമായ ആരോപണമാണ് സതീശൻ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സർക്കാരിൽ നിന്ന് ഇതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകണം എന്നാണോ ആവശ്യപ്പെടുന്നത്?
ശരത്ത്, തീർച്ചയായും അത് തന്നെയാണ്. സർക്കാർ ഇതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാക്കണം. കാരണം ഇത് സ്പ്രിംഗ്ലർ കരാറിന്റെ ചുവട് പിടിച്ച് തന്നെ നടക്കും. ഇത് ഒരു ബിനാമി കമ്പനിയാണ് ഇതെന്ന് സംശയമുണ്ട്. കാരണം ഇത് പ്രകാരം ഇതിലേക്ക് വിളിക്കുന്ന ആളുകളുടെ മുഴുവൻ വിവരങ്ങളും തന്നെ ശേഖരിക്കുന്നു. ഈ രീതിയിൽ മറ്റൊരു രീതിയിൽ തന്നെ ടെലിമെഡിസിൻ കോൾ പ്രകാരം തന്നെ ഈ രോഗികളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ വീണ്ടും ശേഖരിക്കപ്പെടുന്നു എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു കാര്യം, ഇത് ഫെബ്രുവരി 20-ന്, അതായത് ഈ വർഷം ഫെബ്രുവരി 19-നാണ് ഈ കമ്പനി രൂപീകരിച്ചിരിക്കുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിവരപ്രകാരം കിക്ക് ഡോക്ടർ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിക്കുന്നത് ഫെബ്രുവരി 19-നാണെന്ന് അദ്ദേഹം പറയുന്നു. ഇത് പ്രകാരം തിരുവനന്തപുരത്ത് താമസിക്കുന്ന ചങ്ങനാശ്ശേരി സ്വദേശിയും അതോടൊപ്പം തന്നെ മറ്റൊരു കൊച്ചി സ്വദേശിയുമാണ് ഇതിന്റെ ഡയറക്ടർമാർ എന്നാണ് പറയുന്നത്. അതുമാത്രവുമല്ല, അദ്ദേഹം പറയുന്നത് എറണാകുളത്തുള്ള ഒരാൾ ഓട്ടോറിക്ഷ ഡ്രൈവറും, അതായത് ഈ ഡയറക്ടർമാരിൽ ഒരാൾ ഓട്ടോറിക്ഷ ഡ്രൈവറും മറ്റൊരാൾ തിരുവനന്തപുരത്തെ ലോഡ്ജ് നടത്തിപ്പ്, അതായത് കോട്ടയംകാരനായ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ലോഡ്ജ് നടത്തിപ്പുകാരനുമാണെന്നാണ് പറയുന്നത്. കമ്പനിയുടെ പേര് കിക്ക് ഡോക്ടർ എന്നാണോ? എന്താണ് ആ കമ്പനിയുടെ പേര്? കിക്ക് ഡോക്ടർ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് അതിന്റെ ഒരു പൂർണ്ണ നാമം. അവരാണ് ഈ കോവിഡ് കാലത്തെ സർക്കാരിന്റെ ടെലിമെഡിസിൻ പദ്ധതി നടപ്പാക്കുന്നതെന്നാണോ പറഞ്ഞത്? അതെ, ടെലിമെഡിസിൻ പദ്ധതി ഇവരാണ് നടപ്പാക്കുന്നത് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഏപ്രിൽ 1-നാണ് ടെലിമെഡിസിൻ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ഇത് സംബന്ധിച്ച വീഡിയോ ഏപ്രിൽ 1-ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കമ്പനിയുടെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യുന്നത്, അതായത് www.kickhealthcare.com എന്ന വെബ്സൈറ്റ് നിലവിൽ വരുന്നത് ഏപ്രിൽ 7-ന് മാത്രമാണെന്ന് കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഈ കമ്പനി രൂപീകരിച്ചതിന്റെ ഫെബ്രുവരിയിലാണെന്നാണോ സതീശൻ പറയുന്നത്? കമ്പനി രൂപീകരിക്കപ്പെടുന്നത് ഫെബ്രുവരി 19-നാണ് കമ്പനി രൂപീകരിക്കുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിവരപ്രകാരം കിക്ക് ഡോക്ടർ ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിക്കുന്നത് ഫെബ്രുവരി 19-നാണ്. ഈ വർഷം ഫെബ്രുവരി 19-ന് മാത്രം രൂപീകരിക്കുന്ന കമ്പനിയാണ് ഇത്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഇതിൽ രണ്ടുപേരുടെയും പേരിൽ, അതായത് ഡയറക്ടർമാരായ രണ്ടുപേരുടെയും പേരിൽ മറ്റു ഒരു തരത്തിലുള്ള വ്യവസായ സംരംഭങ്ങളോ മറ്റു ഇവരുടെ ഒരു ഹിസ്റ്ററി കാണിക്കുന്ന രീതിയിലോ ഒന്നും തന്നെ ഇല്ല. കിക്ക് ഡോക്ടർ എന്ന സംരംഭം ഇവരുടെ ആദ്യ സംരംഭം തന്നെയാണ്. എന്തുകൊണ്ട് ഇവർക്ക് ഇത് ആദ്യ സംരംഭത്തിൽ തന്നെ കൊടുക്കുന്നു? അതോടൊപ്പം തന്നെ ഫെബ്രുവരി 19 ഈ കമ്പനിയാണോ ഡാനി പോൾ, അതായത് വി.ഡി. സതീശൻ പറഞ്ഞത് അങ്ങനെ ഈ രണ്ടാളുകൾ ഒട്ടും കോമ്പിറ്റൻസി ഇല്ല എന്നാണ് അദ്ദേഹം അതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ആളുകൾ രൂപീകരിച്ച ഒരു താൽക്കാലിക കമ്പനി, ഒരു തട്ടിപ്പ് കമ്പനി എന്ന നിലയിലാണ് അവതരിപ്പിച്ചത്. ആ കമ്പനിയാണോ ടെലിമെഡിസിനിലൂടെ ആളുകൾ ആര് വിളിച്ചാലും മറുതലയ്ക്കൽ ഡോക്ടർമാരെ കിട്ടുകയും ഈ കോവിഡ് കാലത്തെ ആശങ്കകളും മരുന്നുകളും എല്ലാം പറഞ്ഞു കൊടുക്കാൻ ഈ കേരളമാകെ ഡോക്ടർമാരെ അണിനിരത്തിയത് ഇങ്ങനെ ദുർബലമായ ഒരു കമ്പനിയാണെന്നാണോ അദ്ദേഹം പറഞ്ഞു വെച്ചത്? തീർച്ചയായും ഇത് ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കമ്പനിയാണ് ടെലിമെഡിസിൻ സംബന്ധിച്ചുള്ള സേവനങ്ങൾ നൽകുന്നത് എന്നാണ് പറയുന്നത്. ഈ സേവനങ്ങൾ വിട്ടു നൽകിയത് IMA ആണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച കരാർ സംബന്ധിച്ചൊന്നും IMAക്ക് അറിയില്ല എന്നുമാണ് IMAയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. അവരുടെ സേവനവും സൗജന്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ഇവരുടെ സേവനവും സൗജന്യമാണ്. പക്ഷെ അതേസമയം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഡാറ്റ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നു. ഓരോ രോഗിയുടെയും വിവരങ്ങൾ മറ്റൊരു തരത്തിൽ തന്നെ ശേഖരിക്കപ്പെടുന്നു, ക്രോഡീകരിക്കപ്പെടുന്നു, അത് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. സംശയത്തിന്റെ നേരിൽ തന്നെയാണ്. സ്പ്രിംഗ്ലർ പോലെ തന്നെ ഇതും ഡാറ്റ ശേഖരണം തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു രീതിയിൽ തന്നെ, അതായത് നേരിട്ട് വിവരങ്ങൾ ലഭ്യമാകാത്തവരുടെ പക്കൽ നിന്ന് ടെലിഫോൺ വഴി ഇവരുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്നു എന്ന് തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ യാതൊരുവിധ മുൻപരിചയവുമില്ല. ഫെബ്രുവരി 19-ന് രൂപീകരിച്ചൊരു കമ്പനിക്ക് എന്തുകൊണ്ട് കരാർ നൽകി എന്നത് സംബന്ധിച്ചും ശരി ഡാനി, അങ്ങനെയാണ് വി.ഡി. സതീശന്റെ ഗൗരവമുള്ള ആരോപണം. ആ കമ്പനിക്ക് പിന്നിൽ കൃത്യമായ ബിനാമികളാണ്. ഈ രണ്ടുപേർക്കപ്പുറം പിന്നിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആളുകളുണ്ട് എന്നാണ് വി.ഡി. സതീശൻ ഉന്നയിച്ചത്. അതും ഈ സ്പ്രിംഗ്ലറുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നു. ഈ കരാർ ടെലിമെഡിസിൻ